കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഗംഗാപ്രസാദ് പാത്തും പതുങ്ങി ദിലീപിന്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ ചെല്ലാനൊരു കാരണം വേണമല്ലോ. വാഴയില കൊണ്ട് കൊടുക്കാനായിട്ട് എന്ന വ്യാജേനയാണ് ഗംഗാപ്രസാദ് ചെല്ലുന്നത്. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. ഒരു പ്രായമായ ഒരാളുടെ വേഷത്തില് സ്പെക്സ് ഒക്കെ വെച്ചാ ചെല്ലുന്നത്. ആർക്കും ഒന്നും തോന്നരുത്. കാരണം താനാന്ന് ആരും തിരിച്ചറിയാനും പാടില്ല. അങ്ങനെ ഗംഗാപ്രസാദ് അങ്ങോട്ട് പാത്തും പതുങ്ങിയും ചെല്ലുന്ന സമയത്ത് ദിലീപിന്റെ ഫ്രണ്ട്സൊക്കെ പോവാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ കാർത്തിയുടെ വീട്ടിലേക്ക് പോകണം. ദിലീപിന്റെ പിറന്നാളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്ന് പോണം. അത് മാത്രമല്ല കല്യാണ തലേന്ന് അവിടെ ചെല്ലണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പോവാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. അങ്ങനെ റെഡിയായിട്ട് ഹാളിലേക്ക് വരുവാണ്. ഹാളിലേക്ക് വരുമ്പോൾ ദിലീപിന്റെ അമ്മ ഉണ്ടായിരുന്ന കാത്തിരിപ്പ്. പിന്നീട് ദിലീപിന്റെ അമ്മ പറഞ്ഞു, എടാ മോനെ, ഇപ്പോഴുള്ള ഈ പോക്കൊക്കെ അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിനക്കറിയാലോ, എപ്പോഴേത് നിമിഷം വേണമല്ലോ എന്ത് സംഭവിക്കാം. അവനാ ഗംഗാപ്രസാദ് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദിലീപിന്റെ കൂട്ടുകാർ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട ആന്റി, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അത് കേട്ടപ്പോ ദിലീപ് പറഞ്ഞു, എന്റെ കൺമുന്നിൽ അങ്ങനെ അവൻ വന്ന് പെടുവാണെങ്കിൽ അവൻ ഞാൻ തീർത്ത് കളയത്തോളം എന്ന് പറയണം. അപ്പോഴാണ് ഗംഗാപ്രസാദ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ഇല ഇങ്ങനെ സൈഡിൽ വെച്ച് മറച്ചു വെച്ചുകൊണ്ട് മുഖമൊന്നും അങ്ങനെ അത്ര കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇലയുമായിട്ട് വന്ന ആളാന്ന് മനസ്സിലായി. അപ്പൊ അവര് വിചാരിച്ചോണ്ടിരുന്നെന്താ, അവര് സാധാരണഗതിയില് സാധനങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഗോപാലചേട്ടന്റെ കടയുണ്ട്. അപ്പൊ അവിടുന്ന് വിട്ടാന്ന് പ്രതീക്ഷ ദിലീപ് വെച്ചു. അല്ല, ഗോപാലൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നാണെന്ന് ചോദിച്ചു. അതേന്ന് പറയാണ്. അന്നേതേ ആ അടുക്കളയിലേക്ക് അങ്ങോട്ട് കൊണ്ട് വെച്ചേക്കാൻ പറയാണ്. അപ്പം സദ്യയും കാര്യങ്ങളൊക്കെ കാർത്തിയുടെ വീട്ടിലാണെങ്കിലും തലേദിവസം ഫംഗ്ഷനും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് വിളമ്പുള്ള ഇലയും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് സംശയം കാര്യങ്ങളൊന്നും ദിലീപിന് തോന്നിയില്ല. കാരണം ഇലയും കൊണ്ട് വന്ന ആളല്ലേ, അല്ലാതെ ഒരിക്കലും ഗംഗാപ്രസാദ് ആവുമെന്ന് കരുതിയിട്ട് പോലുമില്ല. അങ്ങനെ ഗംഗാപ്രസാദ് ഇലയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അടുക്കളയിലൊക്കെ അവിടെ ചുറ്റുമൊന്ന് നോക്കുവാണ്. കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന ദിലീപോ കാർത്തികോ തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അതിനുമുമ്പ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിപ്പോ ഏത് വിധേനമായാലും ശരി. അങ്ങനെ ഇലയൊക്കെ വെച്ചിട്ട് ഗംഗാപ്രസാദ് ചുറ്റും നോക്കി. ആ വീടും പരിസരമൊക്കെ ഒന്ന് ശരിക്കും നോക്കി വെക്കണമല്ലോ. പിന്നീട് അവരെല്ലാം ഇപ്പുറത്താന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് അപ്പുറത്തെ മുറിയിലേക്ക് പോവാണ്. ആ സമയം ദിലീപൊക്കെ വിചാരിച്ചോണ്ടിരുന്ന എന്താ, ഗംഗാപ്രസാദ് ഇലയും കൊണ്ട് വെച്ചിട്ട് പോയി കാണുമായിരിക്കും എന്ന് ഓർത്തത്. അങ്ങനെ ദിലീപ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും പോകാനിട്ട് ഇറങ്ങുവാണ്. ആ സമയം ദിലീപിന്റെ അമ്മ ചോദിച്ചു, എടാ ഇലയും കൊണ്ട് വന്ന ആള് പോയെന്ന് ചോദിച്ചു. ആദ്യം ഇലപ്പോ പോയി കാണും അമ്മയെന്ന് പറയാണ്. പക്ഷേ എങ്കിലെ ഗംഗാപ്രസാദ് അതിനകത്തുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് പോയി അവസാനം ദിലീപിന്റെ ഒക്കെ മണിയറ അലങ്കരിച്ചിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. അവിടെ പോയി നോക്കി. കൊള്ളാം, സൂപ്പറായിട്ടെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത. ഇതിനകത്ത് അതിന് അവനും അവളും കൂടെ കിടന്നിട്ട് വേണ്ടേ. മണിയറ ഒരുക്കി വെച്ചിരിക്കുന്നു. ആദ്യ രാത്രിയല്ല, അവസാന രാത്രിയാ അവന്റെ അവളുടെ നടക്കാൻ പോകുന്നത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിൽ. പിന്നീട് ദിലീപും കുട്ടിയും അങ്ങനെ വീട്ടോട്ട് ഇറങ്ങുവാണ്. അപ്പൊ ഗംഗാപ്രസാദ് അവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഈ സമയം ഗംഗാപ്രസാദ് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തി. പിന്നീട് കാർത്തികയുടെ വീട്ടിലേക്ക് ദിലീപും കൂട്ടിയും വരുവാണ്. അപ്പൊ അവര് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തികയും ലക്ഷ്മിയമ്മയും എല്ലാവരും ചെന്ന് ദിലീപിനെയൊക്കെ സ്വീകരിക്കുകയാണ്. പിന്നീട് കിരണൊക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ദിലീപിനെ കൂട്ടി അവരെങ്ങനെ സംസാരിക്കണ സമയത്ത് കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണെങ്കിലും അധികം ഇങ്ങനെ ഇറങ്ങിയൊന്നും നടക്കണ്ടെന്ന് പറയണം. കല്യാണം കഴിഞ്ഞിട്ട് മതി. കല്യാണത്തിന് മുമ്പ് അത്ര റിസ്ക് ആയിട്ടുള്ള കാര്യം. ദിലീപ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. എന്താണെങ്കിലും അവനെ പേടിച്ച് അങ്ങനെ പൊത്തിനകത്ത് കയറി ഇരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ കിരണെ. അതുകൊണ്ട് മാത്രം. ഇത് കേട്ടപ്പോൾ ദിലീപിന്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് അവന്റെ കാര്യം ഓർത്ത് കഴിയുമ്പോഴത്തേനും. അപ്പോഴേക്കും വേലു വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. കാർത്തികയുടെ കല്യാണത്തിന് മുമ്പ് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. എങ്ങാനും അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങള് തുണ്ടം ആക്കുമെന്ന് പറയാണ്. വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദിലീപിന്റെ പിറന്നാളാകുമ്പോൾ ദിലീപിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കാർത്തിക എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് കേക്ക് കട്ട് ചെയ്ത് അവർ ആഘോഷിക്കുന്നത്. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ദിലീപ് കാർത്തിക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഇനിയിപ്പോൾ കല്യാണം കൂടി ഒന്ന് നടന്നു കഴിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് കുറേ സമയം കൂടി ഇരുന്നിട്ടാണ് പോകുന്നതിന് മുമ്പ് ദിലീപിനെ മാറ്റി നിർത്തി കിരൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, കുറച്ചുകൂടെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ദിലീപ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാൻ കിരണേ, അതുകൊണ്ട് അതൊക്കെ ഞാൻ നോക്കിയും കണ്ടുവാ. പിന്നെ ദിലീപിനോട് പറഞ്ഞു, പരിചയമില്ലാത്ത ആര് വന്നാലും വീട്ടിലേക്ക് കയറ്റണ്ട, അറിയാലോ. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കാറ്ററിംഗുകാരെ പോലും വിളിച്ചിട്ടില്ല. അറിയാവുന്ന ആൾക്കാരോടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എങ്ങനെ വരുന്നതെന്നൊന്നും അറിയത്തില്ല.
അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ പരിചയത്തിലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ തന്നെ ഉണ്ടായിക്കണമെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അവിടെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ കുടുംബക്കാരും മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് അങ്ങനെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല. ദിലീപ് പറഞ്ഞു, അവൻ വേഷം മാറി പല വേഷത്തിലും വരും, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കാൻ നല്ലതെന്ന് പറയണം. ദിലീപിനോട് കിരൺ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദിലീപ് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം കിരണയ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിലീപ് പോകുന്നത്. ദിലീപ് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേലു കിരണിൻ്റെ അടുത്തേക്ക് വന്നു. കിരണിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല അവൻ വരുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ കിരൺ സാറെന്ന് ചോദിച്ചു. അതെ, അവൻ വരണം, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ടേക്ക് വരാൻ അവരൊരു പേടി കാണും, കാരണം എൻ്റെ കൈയുടെ ചൂട് അവന് നന്നായിട്ടറിയാം. അവനെ കൈ കിട്ടുവാണെങ്കിൽ ഇനി വെറുതെ വിടാൻ പോകുന്നില്ലെന്നും അറിയാം. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ദിലീപിന്റെ വീട് ലക്ഷ്യമാക്കിയാണോ അവൻ വരുന്നതെന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞേ. വേലു പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം, ഞാൻ അവിടെ പോയി കാവല് വന്നോളാം, അവൻ അവിടെ വരുവാണ് അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, നോക്കട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊക്കെ ചെയ്യാന്ന് പറയണം. അതേ സമയത്ത് സരയു ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. സരയു വീണ്ടും ആ കൊട്ടേഷ സംഘത്തെ പോയി കാണുവാണ്. കണ്ടിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നിങ്ങൾക്ക് ഞാൻ ചാൻസ് തന്നായിരുന്നു, പൈസ തന്നായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് അവനെ തീർക്കാൻ പറ്റിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവന്മാർ പറഞ്ഞു, എൻ്റെ പെങ്ങളെ ഞങ്ങൾ അവനെ തീർക്കാനായിട്ട് ഒരുങ്ങിയതാ, പക്ഷെ ആ സമയത്ത് വേറൊരുത്തം വന്ന് ഞങ്ങൾ ഇടിച്ചുകൊണ്ട് മാത്രം, പക്ഷെ ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അതെ, എത്രയും പെട്ടെന്ന് അവൻ്റെ കഥ കഴിക്കണം. അപ്പം കാരണം എനിക്ക് ഒരു സ്വസ്ഥത സമാധാനമായി ഇല്ലാതായി. എൻ്റെ മോളെ അവൻ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടെ. പക്ഷെ ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാര്യം പറ, വേറെ പിള്ളേരെ ഞാൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും അവന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊരു അവസരം കൊടുത്താ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഈ തവണ എന്താണെങ്കിലും അവൻ്റെ കാര്യം ഞങ്ങൾ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയുവിന് ഇച്ചിരി സമാധാനമൊക്കെ ആയി. ആ സമയം മനോഹറിനെ സന്തോഷവും സമാധാനത്തോടെ മനോഹർ റൂമിലേക്ക് വരുന്നേ. കാരണം തൻ്റെ മോളെ ഇങ്ങനെ അടുത്ത് കിട്ടുമെന്നും അവളെ കൊഞ്ചിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. തൻ്റെ മോളെ കാണാൻ പറ്റി, അവളെ കുറേ സമയം എടുത്ത് കൊഞ്ചിക്കാനൊക്കെ പറ്റിയല്ലോ, അതൊരു ഭാഗ്യം തന്നെയാണ്. ഇനിയിപ്പം ജയിലിലേക്ക് തിരികെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് തൻ്റെ മോളെ കൊഞ്ചിക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. ഒരുപക്ഷെ ജയിലിൽ വെച്ച് തൻ്റെ കഥ കഴിക്കാനായിട്ട് വിക്രം ബഹാസുരനൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ജീവൻ പോയി ചിലപ്പോൾ പോവും, പക്ഷെ എന്നാലും സാരമില്ല, തൻ്റെ മോളെ തനിക്കൊന്ന് കാണാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു. അവളോടൊപ്പം നന്നായിട്ട് ജീവിക്കണം എന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സാരയും അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മനോഹറിന് നന്നായിട്ടറിയാം. അവളുടെ മനസ്സ് മാറാനും പോകുന്നില്ല, പക്ഷെ തനിക്ക് അവളോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹമില്ല. തനിക്ക് തൻ്റെ മോളെ കിട്ടിയാൽ മാത്രം മതി. മോളുമായിട്ട് എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ മനോഹറിന് മനസ്സിലുണ്ടാവുന്നുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. ഇതേസമയം ദിലീപും കൂട്ടരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപിൻ്റെ അമ്മ പറഞ്ഞു, അതെ ഒരു കാര്യം നമ്മൾ പോയിട്ട് വന്നല്ലേ, വീടിന് ആകെപ്പാടേക്ക് നോക്കുക, ഇനി ആരെങ്കിലും കയറി പതുങ്ങിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയത്തില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, അങ്ങനെയൊന്നും ആരും കയറി ഇരിക്കത്തില്ല അമ്മയെന്ന് പറയണം, എന്നാലും ഒന്ന് നോക്കുന്നല്ല എന്ന് പറയണം. ദിലീപ് പിന്നെ അവിടേക്ക് ഒന്ന് പോയി നോക്കുവാണ്. ഒടുവില് ഗംഗാപ്രസാദ് കടന്നുകൂടി ആ മണിയറയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കഥവ് തുറന്നു നോക്കിയപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിലൊന്നും കണ്ടില്ല. ഇവിടെ ആര് കയറി ഒളിച്ചിരിക്കാനാ അമ്മ എന്നൊക്കെ ദിലീപിന്റെ അമ്മയോട് ദിലീപ് പറയണം. പക്ഷേങ്കിൽ ഗംഗാപ്രസാദ് അവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ദിലീപിനും അമ്മയ്ക്കും അറിയത്തുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഇനി ഗംഗാപ്രസാദിന്റെ ഉന്നൻ ദിലീപാണെന്നറിയില്ല. ദിലീപിനെ തീർത്തിട്ട് ഇനിയിപ്പോൾ കാർത്തികയും കൂടെ തീർക്കാനാണോന്നും അറിയില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ എന്തേലും അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. കിരണും കല്യാണം അതിന് സമ്മതിക്കത്തില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.